ശ്രീ ആലിപേഷ, എനിക്കൊരു മറുപടിയുണ്ട് സാർ. ബഹുമാന്യനായ രാംകുമാർ സാറ് ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ്. ഹൈക്കോടതിയിൽ ഒരു സീനിയർ ജഡ്ജാണ്, അല്ല വക്കീലാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊരു കാര്യം പറയാം സാർ. ഈ അടുത്ത് ഇതിനു മുമ്പ് സിനിമയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന അവർ പറയുന്നു സിനിമയിൽ ഈ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്, അതിൽ അടിമപ്പെട്ട് കിടക്കുകയാണ് കുറേ നടന്മാരും ഇതൊക്കെ. അപ്പം അത് വളരെ ഗൗരവമായിട്ട് സംഘടനയാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമാ സംഘടന അവതരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു വിഷയം അവതരിപ്പിച്ച ഉടനെ വലിയ ഇതായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും അല്ലല്ല അത് തന്നെ. അത് അപ്പം ഇതിന് മുമ്പുണ്ടായ സംഭവമാണ്. അത് അന്ന് വന്നപ്പോൾ അന്നിരുന്ന സാംസ്കാരിക മന്ത്രി പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, അവരെ പിടിച്ചുകൊണ്ട് വരട്ടെ, തെളിവോടെ കൊണ്ടുപോവാ, ഞങ്ങൾ വേണമെങ്കിൽ നടപടിയെടുക്കാം എന്ന് ഒരു വാക്കടിച്ചു അദ്ദേഹം പറഞ്ഞപ്പോൾ. സാറ് ഹൈക്കോടതിയുടെ ജഡ്ജായിട്ട് റിട്ടയർ ചെയ്ത കമാൽ പാഷ സാർ, അദ്ദേഹം ഒരു പ്രസ്താവന കൊടുത്തു. ഈ മന്ത്രി എന്ത് മണ്ടത്തരോ പറയുന്നത്, ഒരു ക്രൈം നടന്നാൽ അതിന് പോലീസ് അന്വേഷിച്ച് തെളിവെടുക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ തെളിവ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നാൽ നടപടിയെടുക്കാമെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ സാറിനറിയാമോ ഉടൻ ചെയ്തെന്താണ്? അദ്ദേഹത്തിന് ISISന്റെ ഭീഷണിയുള്ള കമാൽ പാഷയുടെ സകല സെക്യൂരിറ്റിയും പിൻവലിക്കുകയായിരുന്നു ഉണ്ടായത്. സാർ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഇതെങ്ങനെ എന്തുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല എന്ന് സാറ് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇതൊക്കെ ഈ ഹേമ കമ്മീഷൻ മാഡത്തിനെ പോലെ തന്നെ ഒരു അധികാരമുള്ള ആളല്ലായിരുന്നു കമാൽ പാഷ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറിയതാണ്. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഒന്നും ഇല്ല, എല്ലാം പിൻവലിച്ചു കളഞ്ഞു, സാറിന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ പിന്നെ എന്ത് പ്രതികരിക്കാനും സാറേ? ഇതാണ് പവർ കമ്മിറ്റി എന്ന് പറയുന്നത്, പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് പവറുണ്ട്, പണമുണ്ട്, മസിൽ പവറുണ്ട്, മണി പവറുണ്ട്, എല്ലാമുണ്ട്. അവരെ നേരിടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ കമ്മിറ്റി വന്നുകൊണ്ട് അതിനാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ വിമൻ WCC എന്ന് പറയുന്ന പെൺകുട്ടികൾ ചേർന്നുണ്ടാക്കിയ ആ സംഘടന കൊണ്ടാണ് സാറേ ഇതൊക്കെ ശക്തമായത്. ഈ വിവരങ്ങളൊക്കെ വെളിയിൽ വന്ന് സാറത് മനസ്സിലാക്കണം. ഒത്തിരി പെൺകുട്ടികളുടെ കണ്ണീരാണ് ഇവിടെ വീണിരിക്കുന്നത്. അതിനൊക്കെ പരിഹാരം കാണണ്ടേ സാർ? അല്ലാണ്ട് അവർ ഇപ്പം മാന്യതയോടെ രാജിവെച്ചതെല്ലാം സമ്മതിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ അവർക്കൊക്കെ ഒരു മോശം സമയം കൂടെയാണ് ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്ത അവരെ പറ്റിയെന്ന്. അതുകൊണ്ട് അവർ ചെയ്തത് മാന്യതയെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന് നീട്ടിക്കൊടുത്തതും സ്വയം രാജിവെക്കാനുള്ള സമയമൊക്കെ അനുവദിച്ചു കൊടുത്തതൊക്കെ നമുക്കറിയാം. അതൊക്കെ പോട്ടെ. പക്ഷേ എന്തായാലും അത് കാണിച്ചത് മാന്യത തന്നെയാണ്. സാറ് പറഞ്ഞത് ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, അത് ഓക്കെ, അതെല്ലാം ഓക്കെ. പക്ഷേ അല്ല, പോലീസിലും പരാതി കൊടുത്തവരുണ്ട്, പോലീസിലും പരാതി കൊടുത്തവരുണ്ട്, അമ്മയ്ക്ക് മുമ്പാകെ പരാതി കൊടുത്തവരുണ്ട്. പക്ഷേ അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. പിന്നെ ഇപ്പം പലരും പറയുന്നത് ഈ കേസിൻ്റെ പുറകെ നടക്കണ്ടേ. ഇപ്പോൾ പോലീസ് FIR ഇടുന്നു, അതിൽ തുടരന്വേഷണം ഉണ്ടാവുന്നില്ല. ഇതിന് മൊഴി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്.